ഒരു മണിക്കൂറിൽ 27 സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ട് മലയാളി വിദ്യാർത്ഥിയായ എബിൻ ജോർജ് നടത്തിയ സംഗീത വിരുന്നാണ് ഇനി ഗൾഫ് ഇൻസൈറ്റിൽ. സംഗീതത്തിന് അതിർത്തികളില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് എബിൻ എന്ന 20 വയസ്സുകാരൻ. വിവിധ രാജ്യങ്ങളിലെ സംഗീതോപകരണങ്ങൾ അവതരിപ്പിച്ച് കാണികളുടെ കയ്യടി നേടിയിരിക്കുന്നു എബിൻ ജോർജ്. ഒരു മണിക്കൂറിൽ 26 സംഗീതോപകരണങ്ങൾ, കൂടാതെ മനോഹരമായ ഒരു പാട്ടും. അങ്ങനെ സംഗീത ലോകത്ത് പുതിയൊരു റെക്കോർഡ് പിറക്കാൻ പോകുന്നു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുന്നതിന് സജ്ജീകരിച്ച വേദിയിലാണ് എബിൻ സംഗീതം കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ചത്. സാക്സഫോൺ, പിയാനോ, അങ്ങനെ സംഗീതോപകരണങ്ങൾ മാറി മാറി പരീക്ഷിച്ചു. എബിന്റെ കൈവിരലുകൾ സ്പർശിച്ച ഇടങ്ങളിൽ നിന്നെല്ലാം മനോഹരമായ സംഗീതം പിറന്നു. ആഫ്രിക്കയിലെ കലിംബ, ജംബ് തുടങ്ങിയ പരമ്പരാഗത സംഗീതോപകരണങ്ങളും എബിൻ നിഷ്പ്രയാസം കൈകാര്യം ചെയ്തു. ബദൂനിയൻ ജീവിതതാളം പകർന്ന എബിൻ അറബിക് ഡ്രംസ് കയ്യിലെടുത്തപ്പോൾ സദസ്സിലുണ്ടായിരുന്ന സ്വദേശി പൗരന്മാർക്കും ആവേശമായി. ഒരു സംഗീതോപകരണത്തിൽ നിന്നും അടുത്തതിലേക്ക് മാറുന്നതിന് പോലും ഒരു താളമുണ്ട്. ഒരു മണിക്കൂറിൽ 27 സംഗീതോപകരണങ്ങൾ വായിച്ച ലോകത്തിലെ ആദ്യ കലാകാരൻ എന്ന ബഹുമതിയാണ് മലയാളിയായ എബിന് ലഭിക്കുക. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ 10 രാജ്യങ്ങളിലെ റെക്കോർഡ് ബുക്ക് അധികൃതർ എബിന് റെക്കോർഡ് നൽകാനുള്ള ഒരുക്കത്തിലാണ്. നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അസാധ്യമായത് നിഷ്പ്രയാസം കീഴടക്കിയ എബിൻ പറയുന്നു, കഠിനാധ്വാനവും ദൈവാനുഗ്രഹവുമാണ് തന്റെ വിജയത്തിന്റെ രഹസ്യമെന്ന്. ഞാൻ റെക്കോർഡ് ഉപരിയായിട്ട് I wanted to do an instrumental concert and I did it. So റെക്കോർഡ് കിട്ടിയോ കിട്ടിയില്ലയോ അല്ല എൻ്റെ ഒരു വിഷയം. But then I actually wanted to show the world that God has blessed me with talents. So that was my main motive and that was done today. ഒരു ഇൻസ്ട്രുമെൻറ്റും മാസ്റ്റർ പഠിപ്പിച്ചിട്ടില്ല, ഇല്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. അത് ഗോഡ്സ് ഗിവൺ സെൽഫ് ടാലൻറ്റ്. ദുബായ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ബയോടെക്നോളജി വിദ്യാർത്ഥിയാണ് എബിൻ. ഒരു മണിക്കൂറിൽ 20 സംഗീതോപകരണങ്ങൾ വായിക്കലായിരുന്നു ആദ്യ ലക്ഷ്യം. എന്നാൽ ബയോടെക്നോളജി വിദ്യാർത്ഥിയുടെ കൈതൊടുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഇമ്പമുള്ള സംഗീതം ഉതിർന്നു വീണു. അങ്ങനെ ഒരു മണിക്കൂറിൽ 27 ഉപകരണങ്ങളിൽ നിന്നുള്ള സംഗീതം ആസ്വദിക്കാൻ കാഴ്ചക്കാർക്ക് അവസരം ലഭിച്ചു. എബിൻ ചെണ്ട കയ്യിലെടുത്തതോടെ സദസ്സിലുണ്ടായിരുന്ന മലയാളികൾ ആവേശത്തോടെ താളം പിടിച്ചു.
ഒരു മണിക്കൂറിൽ 27 സംഗീതോപകരണങ്ങൾ എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ ഉയരങ്ങൾ കുറിക്കണമെന്നതാണ് എബിന്റെ അടുത്ത ലക്ഷ്യം. ഗൾഫ് ഇൻസൈറ്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.